ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന SSC GD എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് GK ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഇനി വരാൻ പോകുന്ന 2024-25 വരാൻ പോകുന്ന SSC GD എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സ് നമ്മുടെ സെൻറ്ററിൽ ഓഗസ്റ്റ് 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് 21 മുതൽ സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന കാര്യങ്ങളാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി 6 days ക്ലാസ് അവൈലബിൾ ആണ്. മാത്രമല്ല 100ഓളം മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ട്രെയിനിങ് പ്ലസ് ഡയറ്റ് പ്ലാനും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്ത് എൻക്വയറി നടത്താവുന്നതാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് info@andren. നമ്മുടെ യൂട്യൂബ് ചാനലാണ് info@andren. ഇതിലൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസും അതുപോലെ തന്നെ എക്സാം അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആകുന്നത് ഈ ഒരു ചാനലിലാണ്. സോ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചാനലാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. ഈ ഒരു ചാനലിൽ ഫിസിക്കൽ അവയർനെസ് പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു ചാനലാണ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. സോ ഈ ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The term Mishti related to which of the following? എന്താണ് the term Mishti related to which of the following? അതായത് മിഷ്ടി എന്ന് പറയുന്ന ടേം തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ ട്രൈബൽ ഏരിയാസ്, ഓപ്ഷൻ ബി ബാങ്കിങ് സെക്ടർ, ഓപ്ഷൻ സി മാൻഗ്രോവ്സ് ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ടേം തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ ആൻസർ. മിഷ്ടി എന്ന് പറയുന്ന ടേം തന്നിരിക്കുന്നതിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മാൻഗ്രോവ്സ് ആണ് ആൻസർ. എന്താണ്? മാൻഗ്രോവ്സ് ആണ് ആൻസർ. മിഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത് മാൻഗ്രോവ്സുമായിട്ടാണ്. ഈ മിഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേം പറഞ്ഞിട്ടുള്ളത് 2023-24 യൂണിയൻ ബജറ്റിലാണ് ഈ ഒരു ടേമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? മിഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിനെ കുറിച്ച് പറയുന്നത് 2023-24 യൂണിയൻ ബജറ്റിലാണ് മിഷ്ടി എന്ന് പറഞ്ഞ ടേമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ ബജറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2023-24 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഫെബ്രുവരി 1-നാണ് 2023-24 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, നമുക്കറിയാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരിക്കും? കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് 2023-24 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ അതും നിർമ്മല സീതാരാമനാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ, അപ്പോൾ 2023-24 ബഡ്ജറ്റ് എത്ര മിനിറ്റ് കൊണ്ടാണ് അവതരിപ്പിച്ചത്? 87 മിനിറ്റ് കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എത്രയാണ്? 87 മിനിറ്റ് കൊണ്ടാണ് 2023-24 ബജറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ടേമിനെ കുറിച്ച് നോക്കാം. അതായത് മിഷ്ടി. ഓക്കെ, മിഷ്ടിയുടെ ഫുൾ ഫോം ആണ് മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റേഷൻ ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. എന്താണ്? മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റേഷൻ ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ് മിഷ്ടിയുടെ ഫുൾ ഫോം ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മിഷ്ടി എന്ന് പറയുന്ന ആ ഒരു സ്കീം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? മാൻഗ്രോവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് മാൻഗ്രോവ്സിൻ്റെ സംരക്ഷണത്തിനും വ്യാപനത്തിനുമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു സ്കീമാണ് മിഷ്ടി. എന്താണ്? മാൻഗ്രോവ്സിൻ്റെ സംരക്ഷണ
സംരക്ഷണത്തിനും വ്യാപനത്തിനുമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു സ്കീമാണ് മിഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ടേമാണ് PVTGS. എന്താണ് PVTGS? PVTGSന്റെ ഫുൾ ഫോം ആണ് പ്രിമിറ്റീവ് വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. എന്താണ് പ്രിമിറ്റീവ് വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്? ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പ്രിമിറ്റീവിന് പകരം മേ ബി പർട്ടിക്കുലർലി എന്നും വരാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർലി വരുന്ന ആൻസർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, പ്രിമിറ്റീവിന് പകരം മേ ബി അത് പർട്ടിക്കുലർലി എന്നായിരിക്കും തരുന്നത്. അപ്പോൾ PVTGSന്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. പ്രിമിറ്റീവ് വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഈ ഒരു ടേം എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ട്രൈബൽ ഗ്രൂപ്പ്സ്. ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് PVTGS. എന്താണ് ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് PVTGS. ഓക്കെ, അടുത്ത ടേമാണ് PM പ്രണാം. എന്താണ് അടുത്ത ഒരു സ്കീമാണ് PM പ്രണാം. PM പ്രണാമിൻ്റെ ഫുൾ ഫോം ആണ് ഓക്കെ, PM പ്രണാമിൻ്റെ ഫുൾ ഫോം ആണ് പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ അവയർനെസ് നൗറിഷ്മെൻറ്റ് ആൻഡ് അമലിയറേഷൻ ഓഫ് മദർ എർത്ത്. എന്താണ് പ്രൈം മിനിസ്റ്റർ പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ അവയർനെസ് നൗറിഷ്മെൻറ്റ് ആൻഡ് അമലിയറേഷൻ ഓഫ് മദർ എർത്ത്. PM പ്രണാമിൻ്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, PM പ്രണാം എന്ന് പറഞ്ഞ സ്കീം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസേജ് കുറയ്ക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്കീമാണ് PM പ്രണാം. എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസേജ് കുറയ്ക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് PM പ്രണാം. ഓക്കെ, അപ്പോൾ മിഷ്ടി എന്തായിരുന്നു? മിഷ്ടി എന്ന് പറഞ്ഞാൽ മാൻഗ്രൂവ്സിൻ്റെ സംരക്ഷണത്തിനും വ്യാപനത്തിനുമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ടേമാണ് മിഷ്ടി. ഓക്കെ, PVTGS എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. PM പ്രണാം ആണെങ്കിലോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസേജുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് PM പ്രണാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു ടേമാണ് അമൃതകാലം. അമൃതകാലം എന്ന് പറഞ്ഞാൽ വേദിക് ആസ്ട്രോളജിയിലുള്ള ഒരു ടേമാണ് അമൃതകാലം. എന്താണ് വേദിക് ആസ്ട്രോളജിയിലുള്ള ഒരു ടേമാണ് അമൃതകാലം. ഈ അമൃതകാലം എന്ന് പറഞ്ഞാൽ 2022 മുതൽ 2047 വരെയുള്ള ആ ഒരു ടേമിനെയാണ് അമൃതകാലം എന്ന് പറയുന്നത്. എന്താണ് 2022 മുതൽ 2047 വരെയുള്ള ആ ഒരു ടേമിനെയാണ് അമൃതകാലം എന്ന് പറയുന്നത്. ഈ അമൃതകാലം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം 2047 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം തികയും? 100 വർഷം തികയും. ആ 100 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യ കൈവരിക്കേണ്ട ഒരു 7 പ്രിയോറിറ്റീസ് ഉണ്ട്. 7 കീ പ്രിയോറിറ്റീസ് ഉണ്ട്. അത് നമ്മുടെ ബജറ്റിൽ പറയുകയുണ്ടായി. എന്താണ് യൂണിയൻ ബജറ്റിൽ 7 പ്രിയോറിറ്റീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ആ 7 പ്രിയോറിറ്റീസിനെ സപ്തർഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് 7 പ്രിയോറിറ്റീസിനെ സപ്തർഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് 7 പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. എന്താണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്? ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം. എന്താണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം. അടുത്താണ് റീച്ചിങ് ദി ലാസ്റ്റ് മൈൽ. റീച്ചിങ് ദി ലാസ്റ്റ് മൈൽ അതായത് ട്രൈബൽ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഉള്ളവരേക്ക് മുന്നോട്ട് കൊണ്ടുവരിക. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരിലേക്ക് കൂടി എന്താണ് ഓരോ സ്കീമുകൾ കൊണ്ടെത്തിക്കുക, അവരെ കൂടി വികസനത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് റീച്ചിങ് ദി ലാസ്റ്റ് മൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അടിസ്ഥാന സൗകര്യങ്ങളും നിക്ഷേപവും. അടുത്തയാണ് അൺലീഷിംഗ് ദി പൊട്ടൻഷ്യൽ. അൺലീഷിംഗ് ദി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യുക. എന്താണ് സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യുക. അടുത്തയാണ് ഗ്രീൻ ഗ്രോത്ത്. ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഹരിത വളർച്ച. എന്താണ് ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഹരിത വളർച്ചയാണ്. അതായത് പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് യൂത്ത് പവർ. അടുത്താണ് ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തിക മേഖല. നമ്മുടെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഫാക്ടറുകളാണ് ഈ പറഞ്ഞത് ഫിനാൻഷ്യൽ സെക്ടർ. ഒക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, റീച്ചിങ് ദി ലാസ്റ്റ് മൈൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അൺലീഷിംഗ് ദി പൊട്ടൻഷ്യൽ, ഗ്രീൻ ഗ്രോത്ത്, യൂത്ത് പവർ, ഫിനാൻഷ്യൽ സെക്ടർ. ഈ 7 പ്രിയോറിറ്റീസിനാണ് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2023-24
ബജറ്റ് അവതരിപ്പിച്ചത് എന്നായിരുന്നു? 2023 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമനാണ്. എത്ര മിനിറ്റ് കൊണ്ടാണ് അവതരിപ്പിച്ചത്? 87 മിനിറ്റ് കൊണ്ടാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വാസ് ദി ഫസ്റ്റ് ബിൽ പാസ്ഡ് ഇൻ ദ ന്യൂ പാർലമെന്റ്? പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് പുതിയ പാർലമെന്റിൽ പാസ്സാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാരി ശക്തി വന്ദൻ അധിനിയമം, ഓപ്ഷൻ ബി EWS, ഓപ്ഷൻ സി ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ പബ്ലിക് ഹെൽത്ത്. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. നമ്മുടെ പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണ്? ആദ്യത്തെ ബില്ല് ഏതാണ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നാരി ശക്തി വന്ദൻ അധിനിയമം പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ഓക്കെ, നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത നിയമ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. എന്താണ്? ഇന്ത്യയുടെ പരമോന്നത നിയമ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രാമത്തെ പാർട്ടിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് 5ാം ഭാഗത്തിലാണ് പറയുന്നത്. ഓക്കെ, 5ാം ഭാഗത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്? രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ്. എന്താണ്? രാജ്യസഭ, ലോകസഭ, പ്രസിഡന്റ് എന്നീ 3 ഫാക്ടേഴ്സ് ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 79. ഓക്കെ, അപ്പോൾ രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളോ? രാജ്യസഭ ആർട്ടിക്കിൾ 80. ലോകസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 81. പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 52. ഓക്കെ, അപ്പോൾ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 79. രാജ്യസഭ ആർട്ടിക്കിൾ 80, ലോകസഭ ആർട്ടിക്കിൾ 81, പ്രസിഡന്റ് ആർട്ടിക്കിൾ 52. ഓക്കെ, നമ്മുടെ പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടേഴ്സ് ആരൊക്കെയാണ്? എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടേഴ്സ്. ആരൊക്കെയാണ്? എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടേഴ്സ്. ഓക്കെ, പഴയ ഇന്ത്യൻ പാർലമെന്റ് ഇനാഗ്രേഷൻ ചെയ്ത ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആയിരുന്നു പഴയ ഇന്ത്യൻ പാർലമെന്റ് ഇനാഗ്രേഷൻ ചെയ്തത്. ഓക്കെ, ആർക്കിടെക്ടേഴ്സ് പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടേഴ്സ്. ഓക്കെ, പാർലമെന്റ് ആർട്ടിക്കിൾ 79, രാജ്യസഭ ആർട്ടിക്കിൾ 80, ലോകസഭ ആർട്ടിക്കിൾ 81, പ്രസിഡന്റ് ആർട്ടിക്കിൾ 52. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് പുതിയ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ്. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇനാഗ്രേഷൻ എന്നായിരുന്നു? പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഇനാഗ്രേഷൻ 2023 മെയ് 28. 2023 മെയ് 28 പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇനാഗ്രേഷൻ. ഓക്കെ, ആരാണ് ഇനാഗ്രേഷൻ ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഇനാഗ്രേഷൻ ചെയ്തത്. ഓക്കെ, എന്നായിരുന്നു ഇനാഗ്രേഷൻ? 2023 മെയ് 28. ഓക്കെ, പുതിയ പാർലമെന്റിലെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ, പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാരി ശക്തി വന്ദൻ അധിനിയമം. ഓക്കെ, ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ് ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്. ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ചർ
ആരാണ്? ബിമൽ പട്ടേൽ. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടർ ആണ് ബിമൽ പട്ടേൽ. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ടർ ആരാണ്? ബിമൽ പട്ടേൽ ആണ്. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഷേപ്പ് എന്താണ്? ഷേപ്പ് ഓഫ് ന്യൂ പാർലമെന്റ് എന്താണ്? പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ ആണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ ആണ്. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. എന്താണ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ന്യൂ ഇന്ത്യ പാർലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, രാജ്യസഭയുടെ തീം എന്താണ്? രാജ്യസഭയുടെ തീമാണ് ലോട്ടസ്. രാജ്യസഭയുടെ തീമാണ് ലോട്ടസ്. ഓക്കെ, അപ്പോൾ ലോക്സഭയുടെ തീമാണ് പീകോക്ക്. എന്താണ്? രാജ്യസഭയുടെ തീമാണ് ലോട്ടസ്, ലോകസഭയുടെ തീമാണ് പീകോക്ക്. ഓക്കെ, പീകോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാഷണൽ ബേർഡാണ്. നാഷണൽ ബേർഡായിട്ട് പീകോക്കിനെ എന്നാണ് അംഗീകരിച്ചത്? 1963 പീകോക്കിനെ നമ്മുടെ നാഷണൽ ബേർഡായിട്ട് അംഗീകരിച്ചത്. പീകോക്കിന്റെ സയന്റിഫിക് നെയിം ആണ് പാവോ ക്രിസ്റ്റാറ്റസ്. പീകോക്കിന്റെ സയന്റിഫിക് നെയിം ആണ് പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ രാജ്യസഭയുടെ തീം എന്തായിരുന്നു? ലോട്ടസ് ആണ്. ലോകസഭയുടെ തീമാണ് പീകോക്ക്. പീകോക്കിനെ നാഷണൽ ബേർഡായിട്ട് അംഗീകരിച്ചു എന്നാൽ 1963. പീകോക്കിന്റെ സയന്റിഫിക് നെയിമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. എങ്കിൽ പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ ആരാണ്? ജഗദീപ് ധൻഖർ ആണ് രാജ്യസഭയുടെ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭ സ്പീക്കർ ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. സ്പീക്കർ ഓഫ് ലോക്സഭ ആരാണ്? ഓം ബിർളയാണ്. ചെയർമാൻ ഓഫ് രാജ്യസഭ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. സ്പീക്കർ ഓഫ് ലോക്സഭ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓം ബിർളയാണ്. ഓക്കെ, രാജ്യസഭയുടെ തീം എന്തായിരുന്നു? രാജ്യസഭയുടെ തീമാണ് ലോട്ടസ്, ലോക്സഭയുടെ തീമാണ് പീകോക്ക്. പീകോക്കിനെ നാഷണൽ ബേർഡായിട്ട് അംഗീകരിച്ച എന്നാണ് 1963. പീകോക്കിന്റെ സയന്റിഫിക് നെയിമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ആ ബില്ല് സഭയിൽ അവതരിപ്പിച്ചതാരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇനാഗുറേഷൻ എന്നായിരുന്നു? 2023 മെയ് 28 ആരാണ് ഇനാഗുറേഷൻ ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യ സമ്മേളനം എന്നായിരുന്നു? 2023 സെപ്റ്റംബർ 19 പുതിയ ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ സമ്മേളനം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ശ്രദ്ധിക്കുക, ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോദിച്ചേക്കുന്നത്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ്. ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി നെല്ലിസൺ ഗുപ്ത, ഓപ്ഷൻ സി ആനി ബസന്റ് ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ഇന്ദിരാഗാന്ധി. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ വുമൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സരോജിനി നായിഡു ആണ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ആദ്യ ഇന്ത്യൻ വനിത എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യ ഇന്ത്യൻ വനിത എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യ ഇന്ത്യൻ വനിത ആണെന്നുണ്ടെങ്കിൽ അത് സരോജിനി നായിഡു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് INCയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. എന്നാണ് INC ഫോം ചെയ്തത്? INC ഫോം ചെയ്തത് എന്നാണ്? 1885 ഡിസംബർ 28. INC ഫോം ചെയ്തത് എന്നാണ്? 1885 ഡിസംബർ 28 INC ഫോം ചെയ്തത്. ഓക്കെ, INCയുടെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു തിയറി ഉണ്ട്. അതാണ് സേഫ്റ്റി വാൽവ് തിയറി. എന്താണ്? സേഫ്റ്റി വാൽവ് തിയറി. അപ്പോൾ സേഫ്റ്റി വാൽവ് തിയറി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്?
സേഫ്റ്റി വാൽവ് തിയറി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? INC-യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. INC-യുടെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. ഓക്കെ, ഫാദർ ഓഫ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അലൻ ഒക്ടാവിയൻ ഹ്യൂം, അതായത് AO ഹ്യൂം. AO ഹ്യൂമിനെയാണ് INC-യുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫാദർ ഓഫ് INC? AO ഹ്യൂമാണ്. ഫാദർ ഓഫ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് AO ഹ്യൂമാണ്. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC? WC ബാനർജി. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC-യുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ്. ഓക്കെ, INC-യുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആരാണ്? INC-യുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി AO ഹ്യൂമാണ്. INC-യുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് WC ബാനർജി. INC-യുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആണ് AO ഹ്യൂം. INC-യുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം. ഓക്കെ, INC-യുടെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? INC-യുടെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് P. ആനന്ദചാർലു. INC-യുടെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് P. ആനന്ദചാർലു. ഓക്കെ, അപ്പോൾ INC-യുടെ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ആരാണ്? INC-യുടെ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ആണ് D. സഞ്ജീവയ്യ. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. INC-യുടെ ഫാദർ ഓഫ് INC ചോദിച്ചു കഴിഞ്ഞാൽ അത് AO ഹ്യൂമാണ്. അതുപോലെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ആരാണ്? WC ബാനർജി ആണ്. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ഓഫ് INC AO ഹ്യൂം. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ഓഫ് INC ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? AO ഹ്യൂമാണ്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള INC പ്രസിഡന്റ് ആരാണ്? INC പ്രസിഡന്റ് ആണ് P. ആനന്ദചാർലു. ഓക്കെ, ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ഓഫ് INC ആരാണ്? D. സഞ്ജീവയ്യ. ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ഓഫ് INC ആരാണ്? D. സഞ്ജീവയ്യാണ്. ഓക്കെ, അടുത്ത ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC ചോദിച്ചു കഴിഞ്ഞാൽ അത് ബദറുദ്ദീൻ ദിയാബ്ജി ആണ്. INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം ആരാണ്? ബദറുദ്ദീൻ ദിയാബ്ജി ആണ് INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം. ഓക്കെ, INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ അഥവാ C. ശങ്കരൻ നായർ. INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ അല്ലെങ്കിൽ C. ശങ്കരൻ നായർ. ഓക്കെ, INC-യുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? INC-യുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കീം അജ്മൽ ഖാൻ. INC-യുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ ആണ്. ഓക്കെ, INC-യുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. INC-യുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ബദറുദ്ദീൻ ദിയാബ്ജി INC-യുമായിട്ട് എന്താണ് പ്രത്യേകത? INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ ദിയാബ്ജി. ചേറ്റു ശങ്കരൻ നായർ INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ. INC-യുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ. INC-യുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആരാണ്? INC-യുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, INC ഫോം ചെയ്തെന്നായിരുന്നു 1885 ഡിസംബർ 28 INC ഫോം ചെയ്തത്. INC-യുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആഗാ ഖാൻ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആഗാ ഖാൻ കപ്പ് ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്: ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ. ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ യെല്ലോ കളറിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വേണം ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻസ് യെല്ലോ കളറിൽ തന്നിരിക്കുന്ന വേണേ ശ്രദ്ധിക്കാൻ.
ക്യാൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ, ആൻസർ അറിയുന്നവർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എയിൽ പറയുന്നത് സി, ഫുട്ബോൾ ആണ്. മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോൾ. മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആഗാ ഖാൻ കപ്പ് ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. മർഡേക്ക കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്പോർട്സ് ഐറ്റംസ് നോക്കാം. ഓക്കെ, ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം ഒന്ന് പറഞ്ഞേ. ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം, ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം എത്രയാ? ഓക്കെ, ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം 11 ആണ് കേട്ടോ. ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 11 ഹോക്കി ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണമാണ് 11. ഓക്കെ, വിസാർഡ് ഓഫ് ഹോക്കി അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വിസാർഡ് ഓഫ് ഹോക്കി അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. വിസാർഡ് ഓഫ് ഹോക്കി അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒന്ന് പറഞ്ഞേ. വിസാർഡ് ഓഫ് ഹോക്കി അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദിനെയാണ്. ധ്യാൻ ചന്ദിനെയാണ് വിസാർഡ് ഓഫ് ഹോക്കി അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ധ്യാൻ ചന്ദിന്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, അതാണ് ദ ഗോള്. ധ്യാൻ ചന്ദിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഗോള്. ധ്യാൻ ചന്ദിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഗോള്. ഓക്കെ, അപ്പോൾ ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കപ്പുകൾ നമുക്ക് പറയാം. മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്. എന്താണ്? മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്. മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ് ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തയാണ് ധ്യാൻ ചന്ദ് ട്രോഫി. ധ്യാൻ ചന്ദ് ട്രോഫി. ധ്യാൻ ചന്ദ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് വെല്ലിംഗ്ടൺ കപ്പ്. എന്താണ്? വെല്ലിംഗ്ടൺ കപ്പ്. വെല്ലിംഗ്ടൺ കപ്പ് എന്താണ്? വെല്ലിംഗ്ടൺ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡ് കപ്പ് ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ധ്യാൻ ചന്ദ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. വെല്ലിംഗ്ടൺ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത സ്പോർട്സ് ഐറ്റം ആണ് ക്രിക്കറ്റ്. ഓക്കെ, ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണം എണ്ണമാണ് 11. ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണമാണ് 11. ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ എണ്ണമാണ് 11. ഓക്കെ, ക്രിക്കറ്റ് എവിടെയാണ് ഒറിജിൻ ചെയ്തത്? ക്രിക്കറ്റ് എവിടെയാണ് ഒറിജിൻ ചെയ്തത്? ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ഒറിജിൻ ചെയ്തത്. ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ഒറിജിൻ ചെയ്തത്. ഓക്കെ, ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടന, ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ICC അഥവാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ICC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. എന്താണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, ICC എന്നാണ് ഫോം ചെയ്തത്? 1909 ജൂൺ 15. ICC എന്നാണ് ഫോം ചെയ്തത്? 1909 ജൂൺ 15 ICC ഫോം ചെയ്തത്. ഓക്കെ, ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ദുബായിൽ. ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദുബായിലാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സംഘടനയാണ് BCCI. എന്താണ്? BCCI. ഫുൾ ഫോം ആണ് ബോർഡ് ഓഫ് കൺട്രോൾ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCI ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, BCCI എന്നാണ് ഫോം ചെയ്തത്? 1928 BCC ഫോം ചെയ്തത്. ഓക്കെ, BCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് മുംബൈയിൽ. BCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. പ്രത്യേകത, ഇന്ത്യൻ ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സംഘടനയാണ് BCCI അല്ലെങ്കിൽ ബോർഡ് ഓഫ് കൺട്രോൾ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCI എന്ന് ഫോം ചെയ്തു
1928 ഫോം ചെയ്ത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ICC എന്ന് പറയുന്നത് ക്രിക്കറ്റ് മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ICC. ICC ഫോം ചെയ്ത് എന്നാണ്? 1909 ജൂൺ 15 ICC ഫോം ചെയ്തത്. ഓക്കെ, ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദുബായിലാണ്. അടുത്തായിട്ട് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കപ്പുകളാണ് ആഷസ് കപ്പ്. ആഷസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ദുലീപ് ട്രോഫി. ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്രിക്കറ്റ്. ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്രിക്കറ്റ്. അടുത്താണ് ICC വേൾഡ് കപ്പ്. ICC വേൾഡ് കപ്പ് എല്ലാവർക്കും അറിയാം. ICC വേൾഡ് കപ്പ്. ഓക്കെ, അടുത്താണ് രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. രഞ്ജി ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ICC വേൾഡ് കപ്പ് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആഷസ് കപ്പ് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. എന്താണ്? ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം എത്രയാണ്? ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണമാണ് 11. ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണമാണ് 11. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോക്കി ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11, ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11, ഇപ്പോൾ പറഞ്ഞു ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് HCF എന്ന് ആലോചിക്കുക. HCF എന്ന് ആലോചിക്കുക. 3 ടീമിലെയും പ്ലെയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 11. ഹോക്കി ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11, ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11, ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം 11. ഓക്കെ, അടുത്തായിട്ട് ഫുട്ബോൾ മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രാജ്യാന്തര സംഘടനയാണ് ഫിഫ. ഏതാണ്? ഫിഫ. ഫുട്ബോൾ മത്സരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രാജ്യാന്തര സംഘടനയാണ് ഫിഫ. ഫിഫയുടെ ഫുൾ ഫോം എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്നതാണ് ഫിഫയുടെ ഫുൾ ഫോം. ഓക്കെ, ഫിഫ എന്നാണ് ഫോം ചെയ്തത്? ഫിഫ എന്നാണ് ഫോം ചെയ്തത്? 1904 ഫിഫ ഫോം ചെയ്തത്. എന്നാണ് ഫിഫ ഫോം ചെയ്തത്? 1904 ഫിഫ ഫോം ചെയ്തത്. ഓക്കെ, ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ചിലാണ് ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സൂറിച്ച് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ചാണ്. സൂറിച്ച് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, ബ്ലാക്ക് പേൾ അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? ബ്ലാക്ക് പേൾ അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ബ്ലാക്ക് പേൾ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. ഓക്കെ, പെലെ. ഓക്കെ, കറക്റ്റ് ആണ്. പെലെ ആണ് ഫുട്ബോളിലെ ബ്ലാക്ക് പേൾ അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ആരെയാണ്? കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? പെലെയാണ്. ഓക്കെ, പെലെയുടെ ഒഫീഷ്യൽ നെയിം എന്താണ്? പെലെയുടെ ഒഫീഷ്യൽ നെയിമാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. ഇതാണ് ബ്ലാക്ക് പേൾ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് പെലെ. പെലെയുടെ ഒഫീഷ്യൽ നെയിമാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് പേൾ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? IM വിജയനെയാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ ബ്ലാക്ക് പേൾ അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? IM വിജയനെയാണ്. ഓക്കെ, അപ്പോൾ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത കപ്പുകളാണ് റോവേഴ്സ് കപ്പ്. ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. യൂറോ കപ്പ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്താണ് സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തയാണ് ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്താണ് ഫിഫ വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ബ്ലാക്ക് പേൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. ആരുടെ ഒഫീഷ്യൽ നെയിമാണ്? ആരുടെ ഒഫീഷ്യൽ നെയിമാണ്? പെലെയുടെ ഒഫീഷ്യൽ നെയിമാണ്. ബ്ലാക്ക് പേൾ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? IM വിജയനാണ് ബ്ലാക്ക് പേൾ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത സ്പോർട്സ് ഐറ്റം ആണ് ബാഡ്മിന്റൺ. ഇതാണ് ബാഡ്മിന്റൺ. ബാഡ്മിന്റണെ അറിയപ്പെടുന്നത് പൂന ഗെയിം എന്നാണ്. അപ്പോൾ പൂന ഗെയിം എന്നറിയപ്പെടുന്ന സ്പോർട്സ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബാഡ്മിന്റൺ ആണ്. ഓക്കെ, ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്ത കപ്പുകളാണ്
അഗർവാൾ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മലേഷ്യ കപ്പ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? ബാഡ്മിന്റണുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്താണ് സോഫിയ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അഗർവാൾ കപ്പ് ബാഡ്മിന്റൺ, മലേഷ്യ കപ്പ് ബാഡ്മിന്റൺ, സോഫിയ കപ്പ് ബാഡ്മിന്റൺ. ഓക്കെ, അടുത്തയാണ് തോമസ് കപ്പ്. എന്താണ്? തോമസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് ഊബർ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. തോമസ് കപ്പ് എന്ന് പറയുമ്പം അത് മെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ്? മെൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് തോമസ് കപ്പ്. ഓക്കെ, മെൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് തോമസ് കപ്പ്. ഓക്കെ, അടുത്താണ് ഊബർ കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വുമൺസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഊബർ കപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൂന ഗെയിം എന്നറിയപ്പെടുന്നത് ഏത് ഗെയിമിനെയാണ്? ബാഡ്മിന്റനെയാണ്. ബാഡ്മിന്റണുമായിട്ട് റിലേറ്റ് ചെയ്ത കപ്പുകളാണ് അഗർവാൾ കപ്പ്, മലേഷ്യ കപ്പ്, സോഫിയ കപ്പ്. ഓക്കെ, അടുത്തയാണ് തോമസ് കപ്പ് എന്ന് പറയുമ്പോൾ മെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്താണ് ഊബർ കപ്പ് എന്ന് പറയുമ്പോൾ വുമൺസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which mountain is known as forehead of the sky? ഫോർഹെഡ് ഓഫ് ദ സ്കൈ എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ ഏതാണ്? ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫോർഹെഡ് ഓഫ് ദ സ്കൈ. ഓപ്ഷൻസ് മൗണ്ട് K2, കാഞ്ചൻജംഗ, പീക്ക് 50, മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് ആൻസർ അറിയുന്നവർ. ഓപ്ഷൻസ് ശ്രദ്ധിക്കുമ്പോൾ യെല്ലോ കളറിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വേണേ ശ്രദ്ധിക്കാനായിട്ട്. ഫോർഹെഡ് ഓഫ് ദ സ്കൈ എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ ഏതാണ്? ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അതായത് പീക്ക് 15 ആൻസർ വരും, അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റും ആൻസർ വരും. മൗണ്ട് എവറസ്റ്റിന്റെ മറ്റൊരു പേരാണ് പീക്ക് 50. അത് ശ്രദ്ധിക്കുക. മൗണ്ട് എവറസ്റ്റിന്റെ മറ്റൊരു പേരാണ് പീക്ക് 50 എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫോർഹെഡ് ഓഫ് ദ സ്കൈ എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ പീക്ക് 50 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് നോക്കാം. ഓക്കെ, മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടോളസ്റ്റ് പീക്സ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 88.48 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 88.48 മീറ്റർ ആണ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സാഗർമാത എന്ന വേർഡിന്റെ മീനിങ് ആണ് ഫോർഹെഡ് ഓഫ് ദ സ്കൈ. ഓക്കെ, ഈ മൗണ്ട് എവറസ്റ്റ് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പീക്ക് 15 എന്ന പേരിലാണ്. എന്താണ്? മൗണ്ട് എവറസ്റ്റ് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പീക്ക് 15 എന്ന പേരിലാണ്. ഓക്കെ, ഇനി നമുക്ക് മൗണ്ട് എവറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് വനിതകളുടെ കാര്യം പറയാം. അതായത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ്? ദ ഫസ്റ്റ് വുമൺ ഹു കോൺകോർഡ് ദ മൗണ്ട് എവറസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജുങ്കോ തായിബയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത. ഓക്കെ, അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. ശ്രദ്ധിക്കാം. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു കോൺകോർഡ് ദ മൗണ്ട് എവറസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ബചേന്ദ്രി പാലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്
ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വനിത, അതായത് എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആദ്യ വനിതയാണ് അരുണിമ സിൻഹ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജുങ്കോ തായിബ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗയായ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണിമ സിൻഹയാണ്. ഓക്കെ, എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 8848.86 മീറ്റർ. 8848.86 മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർഹെഡ് ഓഫ് ദ സ്കൈ എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ ഏതാണ്? പീക്ക് 50 അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ്. ശ്രദ്ധിക്കാം, പീക്ക് 50 എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ ആദ്യകാലങ്ങളിലെ പേരാണ് പീക്ക് 50 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശിവരാമൻ കമ്മിറ്റി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ശിവരാമൻ കമ്മിറ്റി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? അതായത് ശിവരാമൻ കമ്മിറ്റി തന്നിരിക്കുന്നവയിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ സെബി, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി നബാർഡ് ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ടാക്സ്. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ശിവരാമൻ കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആൻസർ ഒന്ന് പറഞ്ഞേ, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്, നബാർഡ് ആണ്. ശിവരാമൻ കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നബാർഡ്. ശിവരാമൻ കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നബാർഡിനെ കുറിച്ചൊന്ന് പറയാം. എ നാഷണൽ ബാങ്ക് പ്രൊവൈഡിങ് ലോൺസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ്? എ നാഷണൽ ബാങ്ക് പ്രൊവൈഡിങ് ലോൺസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായ ഒരു നാഷണൽ ബാങ്കാണ് നബാർഡ്. എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബാങ്കാണ്, ഒരു നാഷണൽ ബാങ്കാണ് നബാർഡ്. ഓക്കെ, നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നബാർഡിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, നബാർഡ് എന്നാണ് ഫോം ചെയ്തത്? നബാർഡ് ഫോം ചെയ്തത് എന്നാണ്? 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തത്. ഓക്കെ, നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. നബാർഡിന്റെ പ്രസന്റ് ചെയർമാൻ ആരാണ്? നബാർഡിന്റെ പ്രസന്റ് ചെയർമാൻ ആണ് KV ഷാജി. നബാർഡിന്റെ പ്രസന്റ് ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KV ഷാജി. ഓക്കെ, അപ്പോൾ നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായ ഒരു നാഷണൽ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, നബാർഡ് എന്ന് ഫോം ചെയ്തു? 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് നബാർഡിന്റെ? മുംബൈയിലാണ്. നബാർഡിന്റെ പ്രസന്റ് ചെയർമാൻ ആരാണ്? KV ഷാജി. നബാർഡിന്റെ പ്രസന്റ് ചെയർമാൻ ആണ് KV ഷാജി. ഓക്കെ, നബാർഡിന്റെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. എന്താണ്? നബാർഡിന്റെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു കോയിൻഡ് ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ? അതായത് ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി യൂസഫ് മെഹർ അലി ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ അരുണ ആസിഫ് അലി. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്ത വ്യക്തി ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത വ്യക്തി ആരാണ്?
ഓക്കെ, അപ്പോൾ ആൻസർ ഞാൻ പറയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് പറയാം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ റീസൺ എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് റീസൺ ആണ് ഫെയിലിയർ ഓഫ് ക്രിപ്സ് മിഷൻ. ഫെയിലിയർ ഓഫ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ പരാജയത്താൽ തുടർന്നും കൂടി ഉണ്ടായതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ? ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യയുടെ പിന്തുണ, ഇന്ത്യയുടെ സപ്പോർട്ട് നേടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് ഒരു സംഘം അല്ലെങ്കിൽ ഒരു മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയുണ്ടായി. ആ മിഷനാണ് ക്രിപ്സ് മിഷൻ. ഓക്കെ, ആ ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ. ഓക്കെ, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആരാണെന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയുണ്ടായി. എന്നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. എന്നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്? 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. ഓക്കെ, ഇവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മുന്നോട്ട് വെക്കേണ്ടായി. എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മുന്നോട്ട് വെക്കേണ്ടായി. ആ ഇൻസ്ട്രക്ഷൻസ് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരും ആ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ ഒന്ന് ഒപ്പോസ് ചെയ്തു, എതിർത്തു. ആ എതിർത്തതിൻ്റെ ഫലമായിട്ട് ക്രിപ്സ് മിഷൻ പരാജയപ്പെടുകയും അതിനെ തുടർന്ന് എന്താണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താ ഉണ്ടായത്? 1942 ഓഗസ്റ്റ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടായതെന്നാണ്. 1942 ഓഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഓഗസ്റ്റ് ക്രാന്തി എന്നാണ്. എന്താണ്? ഓഗസ്റ്റ് ക്രാന്തി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേര്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻ ലിത്ഗോയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്ന സമയത്തെ വൈസ്രോയി. ആരാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്ന സമയത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് ലിൻ ലിത്ഗോയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ അല്ലെങ്കിൽ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ അല്ലെങ്കിൽ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ അല്ലെങ്കിൽ സമര നായിക എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജയപ്രകാശ് നാരായണനെയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജയപ്രകാശ് നാരായണനെയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് അരുണ ആസഫ് അലിയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്ലോഗൻ ഉണ്ട്. അതാണ് ഡു ഓർ ഡൈ. എന്താണ്? ഡു ഓർ ഡൈ. അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ, ഈ ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചത് ആരാണ്? ഈ ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ് ഈ ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയാണ് ഈ ഒരു സ്ലോഗൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നായിരുന്നു നടന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ഓഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ് ഓഗസ്റ്റ് ക്രാന്തി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ് ഓഗസ്റ്റ് ക്രാന്തി. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻ ലിത്ഗോയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോയിൻ അല്ലെങ്കിൽ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹീറോ അല്ലെങ്കിൽ സമരനായിക എന്നറിയപ്പെടുന്ന ആരെയാണ്? ജയപ്രകാശ് നാരായണനെയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത സ്ലോഗൻ ഏതാണ്? അത് ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ് ഈ ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇന്ത്യസ് 100th എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ്. അതായത് ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി മണിപ്പൂർ ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ നാഗാലാൻഡ്. ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് ആൻസർ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഞാൻ പറയുകയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിക്കിമാണ്. സിക്കിമിലാണ് ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? സിക്കിമിലാണ് ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് നോക്കാം. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിക്കിമിലാണെന്ന്. ഓക്കെ, ആ എയർപോർട്ടിൻ്റെ പേരെന്താണ്? ആ എയർപോർട്ടിൻ്റെ പേരാണ് പക്യോങ് എയർപോർട്ട്. എന്താണ്? പക്യോങ് എയർപോർട്ട്. ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ആ എയർപോർട്ടിൻ്റെ പേരാണ് പക്യോങ് എയർപോർട്ട്. ഓക്കെ, ഈ എയർപോർട്ടിൻ്റെ ഇനാഗ്രേഷൻ എന്നായിരുന്നു? 2018 സെപ്റ്റംബർ 24. പക്യോങ് എയർപോർട്ടിൻ്റെ ഇനാഗ്രേഷൻ എന്നായിരുന്നു? 2018 സെപ്റ്റംബർ 24 പക്യോങ് എയർപോർട്ടിൻ്റെ ഇനാഗ്രേഷൻ. എന്താണ് ആ എയർപോർട്ടിൻ്റെ പ്രത്യേകത? ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ടാണ് പക്യോങ് എയർപോർട്ട്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? സിക്കിമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്നാണ് എയർപോർട്ടിൻ്റെ ഇനാഗ്രേഷൻ എന്നായിരുന്നു? 2018 സെപ്റ്റംബർ 24 ആ എയർപോർട്ടിൻ്റെ ഇനാഗ്രേഷൻ. ഓക്കെ, അടുത്തത് സിക്കിം ഫോം ചെയ്തത് എന്നാണ്? 1975 മെയ് 16 സിക്കിം ഫോം ചെയ്തത് എന്നാണ്? 1975 മെയ് 16 സിക്കിം ഫോം ചെയ്തത്. ഓക്കെ, സിക്കിമിന്റെ ക്യാപിറ്റൽ ഏതാ? സിക്കിമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഗാംഗ്ടോക്ക് ആണ് സിക്കിമിന്റെ ക്യാപിറ്റൽ. ഓക്കെ, സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ആരാണ്? സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രേം സിംഗ് തമാങ്. പ്രേം സിംഗ് തമാങ്. സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ആണ് പ്രേം സിംഗ് തമാങ്. ഓക്കെ, അപ്പോൾ സിക്കിമിന്റെ പ്രസന്റ് ഗവർണർ ആരാണ്? സിക്കിമിന്റെ പ്രസന്റ് ഗവർണർ ആരാണ്? ഓം പ്രകാശ് മാത്തൂർ. സിക്കിമിന്റെ പ്രസന്റ് ഗവർണർ ആണ് ഓം പ്രകാശ് മാത്തൂർ. കൺഫ്യൂഷൻ ആവരുത്. സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ആണ് പ്രേം സിംഗ് തമാങ്. സിക്കിമിന്റെ പ്രസന്റ് ഗവർണർ ആരാണ്? അത് ഓം പ്രകാശ് മാത്തൂർ ആണ്. ഓക്കെ, അടുത്തായിട്ട് പറഞ്ഞ സിക്കിമിലൂടെ ഒഴുകുന്ന ഒരു റിവർ ആണ് ടീസ്റ്റ. എന്താണ്? സിക്കിമിലൂടെ ഒഴുകുന്ന റിവർ ആണ് ടീസ്റ്റ. ഓക്കെ, അപ്പോൾ ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്ന റിവർ ആണ് ടീസ്റ്റ. ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്ന റിവർ ആണ് ടീസ്റ്റ. ഓക്കെ, ടീസ്റ്റയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? അത് ടീസ്റ്റയാണ്. എന്താണ്? ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീസ്റ്റയാണ്. ഓക്കെ, അപ്പോൾ പക്യോങ് എയർപോർട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ടാണ് പക്യോങ് എയർപോർട്ട്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? സിക്കിമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. എയർപോർട്ടിന്റെ ഇനാഗ്രേഷൻ എന്നായിരുന്നു? 2018 സെപ്റ്റംബർ 24 എയർപോർട്ടിന്റെ ഇനാഗ്രേഷൻ. ഓക്കെ, സിക്കിം ഫോം ചെയ്തത് എന്നായിരുന്നു? 1975 മെയ് 16 സിക്കിം ഫോം ചെയ്തത്. സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ആണ് പ്രേം സിംഗ് തമാങ്. സിക്കിമിന്റെ പ്രസന്റ് ഗവർണർ ആണ് ഓം പ്രകാശ് മാത്തൂർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അടുത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ ചേഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ന്യൂ നെയിം ഓഫ് പ്രഗതി മൈതാൻ. പ്രഗതി മൈതാനിന്റെ പുതിയ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രഗതി മൈതാന്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ എ അമൃത ഉദ്യാൻ, ഓപ്ഷൻ ബി ഭാരത് മണ്ഡപം, ഓപ്ഷൻ സി ധാരാശിവ് ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ കർത്തവ്യ പദ്. പ്രഗതി മൈതാനിന്റെ പുതിയ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഭാരത് മണ്ഡപം. പ്രഗതി മൈതാനിന്റെ പുതിയ പേരാണ് ഭാരത് മണ്ഡപം. എന്താണ്? പ്രഗതി മൈതാനിന്റെ പുതിയ പേരെന്താണ്? ഭാരത് മണ്ഡപം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നോക്കാം.
ഓക്കെ, മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ എന്നാണ്. മുഗൾ ഗാർഡന്റെ പേര് എന്താക്കി മാറ്റി? അമൃത് ഉദ്യാൻ. മുഗൾ ഗാർഡൻ ഇപ്പോൾ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? അമൃത് ഉദ്യാൻ. ഒസ്മാനാബാദ് നിലവിൽ അറിയപ്പെടുന്നത് ധാരാശിവ് എന്ന പേരിലാണ്. ഓക്കെ, രാജ്പത്തിന്റെ പേര് എങ്ങനെയാക്കി മാറ്റി? കർത്തവ്യപഥ്. രാജ്പത്തിന്റെ നിലവിലെ പേരാണ് കർത്തവ്യപഥ്. ഹോഷങ്കാബാദിന്റെ പുതിയ പേരാണ് നർമ്മദാപുരം. ഓക്കെ, സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിന്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഓക്കെ, മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. ഒസ്മാനാബാദിന്റെ പുതിയ പേരാണ് ധാരാശിവ്. രാജ്പത്ത് നിലവിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കർത്തവ്യപഥ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഹോഷങ്കാബാദിന്റെ പുതിയ പേരാണ് നർമ്മദാപുരം. ഓക്കെ, അടുത്താണ് സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിന്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഓക്കെ, സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിന്റെ പുതിയ പേരെന്താണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. ഓക്കെ, പ്രഗതി മൈതാന്റെ പുതിയ പേരെന്തായിരുന്നു? ഭാരത് മണ്ഡപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദി കറക്റ്റ് ഫുൾ ഫോം ഓഫ് IFSC. IFSCയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇന്ത്യൻ ഫണ്ട് സിസ്റ്റം കോഡ്, ഓപ്ഷൻ ബി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് കോഡ്, ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. എന്താണ് IFSCയുടെ ഫുൾ ഫോം? IFSCയുടെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് IFSC. ഓക്കെ, IFSC കോഡ് എത്രയൊക്കെ നമ്പറാണ്? IFSC കോഡ് എന്ന് പറയുന്നത് 11 നമ്പറാണ് IFSC കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, IFSCയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSCയുടെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഓക്കെ, നമുക്ക് കുറച്ച് ടേംസിന്റെ ഫുൾ ഫോമുകൾ നോക്കാം. ഓക്കെ, BSCയുടെ ഫുൾ ഫോം ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSCയുടെ ഫുൾ ഫോം ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാറ്റിന്റെ ഫുൾ ഫോം എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ്. ഓക്കെ, അടുത്ത IRDAIയുടെ ഫുൾ ഫോം ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്നതാണ് IRDAIയുടെ ഫുൾ ഫോം. ഓക്കെ, AAIയുടെ ഫുൾ ഫോം ആണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. AAIയുടെ ഫുൾ ഫോം ആണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം BSCയുടെ ഫുൾ ഫോം എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വാറ്റിന്റെ ഫുൾ ഫോം ആണ് വാല്യൂ ആഡഡ് ടാക്സ്. IRDAIയുടെ ഫുൾ ഫോം ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. AAIയുടെ ഫുൾ ഫോം ആണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. info@andron എന്നാണ് പേര്. info@andron. ഈ ഒരു ചാനലിലൂടെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എക്സാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ്, GK അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ടെലിഗ്രാം ചാനലിലാണ്. ടെലിഗ്രാം ചാനലിൻ്റെ പേരാണ് info@andron. സോ ഇതിൽ എന്താ പറയുക, ഇതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് RPFന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആണ്. RPFന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തിട്ട് RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെ ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അത് കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഈസ് ദി ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ഓഫ് INC?
ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതൊരു റിവിഷനും കൂടിയാകുമേ. ഹു ഇസ് ദ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ഓഫ് INC? INCയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആരായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേ. INCയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആരാണ്? INCയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആണ്. ആൻസർ ഡി സഞ്ജീവയ്യ. ആരാണ്? ഡി സഞ്ജീവയ്യ ആണ് INCയുടെ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ്, ഡി സഞ്ജീവയ്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. New Parliament building has been constructed under which project? New Parliament building has been New Parliament building has been constructed under which project? ഓക്കെ, ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ന്യൂ പാർലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ആൻസർ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ആണ് കേട്ടോ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ആണ്. ന്യൂ ഇന്ത്യ പാർലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഹു ഇസ് ദ ഫസ്റ്റ് ദളിത് പ്രസിഡന്റ് ഓഫ് INC? ഡി സഞ്ജീവയ്യ ആണ്. ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് അണ്ടർ വിച്ച് പ്രോജക്റ്റ്? ഏതാണ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ആണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ നബാർഡ് വാസ് ഫൗണ്ടഡ്? നബാർഡ് ഫോം ചെയ്തത് എന്നായിരുന്നു? ഇയർ നമ്മൾ പറഞ്ഞായിരുന്നു. നബാർഡ് ഫോം ചെയ്തത് എന്നായിരുന്നു? ഓക്കെ, 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തത്. ഓക്കെ, 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്കിത് റിവിഷനും കൂടിയാണ് ആവുന്നത്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേരെന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഓഗസ്റ്റ് ക്രാന്തി. ഓഗസ്റ്റ് ക്രാന്തി. ഓഗസ്റ്റ് ക്രാന്തി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേര്. ഓഗസ്റ്റ് ക്രാന്തി മിഷൻ എന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേര്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റോവേഴ്സ് കപ്പ് ഈസ് റിലേറ്റഡ് ടു? സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്താണ്. റോവേഴ്സ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തെന്നാണ് നമ്മൾ പറഞ്ഞത്? റോവേഴ്സ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, ഫുട്ബോൾ. റോവേഴ്സ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂ നെയിം ഓഫ് ഹോഷങ്കാബാദ്? ഹോഷങ്കാബാദിന്റെ പുതിയ പേരെന്താണ്? ഹോഷങ്കാബാദിന്റെ പുതിയ പേരെന്താണ്? ഹോഷങ്കാബാദിന്റെ പുതിയ പേരെന്താണ്? നർമ്മദാപുരം. ഹോഷങ്കാബാദിന്റെ പുതിയ പേരാണ് നർമ്മദാപുരം. ഹോഷങ്കാബാദിന്റെ പുതിയ പേരെന്താണ്? നർമ്മദാപുരം. ഓക്കെ, റോവേഴ്സ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഹോഷങ്കാബാദ് നിലവിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നർമ്മദാപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ഫോം ഓഫ് AAI? AAIയുടെ ഫുൾ ഫോം എന്തായിരുന്നു? AAIയുടെ ഫുൾ ഫോം എന്തായിരുന്നു? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതാണ് എന്തിൻ്റെ ഫുൾ ഫോം? AAIയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റിയൽ നെയിം ഓഫ് പെലെ? പെലെയുടെ റിയൽ നെയിം എന്താണ്? പെലെയുടെ റിയൽ നെയിം എന്തായിരുന്നു? പെലെയുടെ റിയൽ നെയിമാണ് എഡ്സൺ. പെലെയുടെ റിയൽ നെയിമാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ ആരുടെ റിയൽ നെയിമാണ്? പെലെയുടെ റിയൽ നെയിമാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ. പെലെയുടെ റിയൽ നെയിം എന്താണ്? എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹു വാസ് എ ഇന്ത്യൻ വുമൺ ഹു ഹാസ് കോൺകോർഡ് ദ മൗണ്ട് എവറസ്റ്റ്? ഇന്ത്യൻ വുമൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വുമൺ തിരിഞ്ഞു പോവില്ല. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത എന്നാണ് ക്വസ്റ്റ്യൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ എന്താണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബൈജേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബൈജേന്ദ്രി പാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം? സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം ആരാണ്? പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിന്റെ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, പ്രേം സിംഗ് തമാങ്.
പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിൻ്റെ പ്രസൻറ്റ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? ബൈജേന്ദ്രി പാലാണ്. സിക്കിമിൻ്റെ പ്രസൻറ്റ് ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 10 ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന്